നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന വാസവം വന്ന് മാഷിനെ കമലയെ രക്ഷിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അതൊട്ട് സിഐക്കും കൂടി ഇഷ്ടപ്പെട്ടില്ല. സിഐ പെട്ടെന്ന് തന്നെ ശ്രീകാന്തിനെ വിളിക്കുവാണ്. ശ്രീകാന്ത് ചോദിച്ചു, എന്താ സാറേ കാര്യം എന്ന് ചോദിച്ചു. അതെ, ആ വാസവനിവിടെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. വാസവനോ? അതെ, ആ കമലയുണ്ടല്ലോ, വിക്രത്തിൻ്റെ അമ്മ, അവരെയും മാഷിനെ ചോദ്യം ചെയ്യാൻ ഞാൻ വിളിപ്പിച്ച. പക്ഷേങ്കിൽ വാസവൻ വന്നിട്ട് വിക്രത്തിനെതിരെ പരാതി ഇല്ലെന്നും പറഞ്ഞ് പരാതി പിൻവലിച്ചിട്ട് പോയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന് അപകടമെടുത്തു. ശ്രീകാന്ത് പറഞ്ഞു, അയാൾക്ക് വല്ല സംശയമുണ്ടോ എന്തെങ്കിലും കാര്യത്തിൽ? അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, പക്ഷേങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. വാസവൻ ആ പരാതി പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന് അപകടം മണത്തു. താനും തൻ്റെ അച്ഛനുമാണ് ഇതിൻ്റെ പിന്നിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ നെഞ്ചത്ത് റീത്ത് വെക്കും വാസവൻ. പിന്നെ വെറുതെ ഇരിക്കില്ല, ഒരേ ഒരു മകനെയാണ് തീർത്ത് കളഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പേടിയോട് കൂടിയിട്ട് ചന്ദ്രശേഖരനെ വിളിക്കുവാണ്. ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. എന്താ? ആ വാസവൻ ചെന്നിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് വാസവന് പരാതി പിൻവലിച്ച് വിക്രത്തിനെതിരെയുള്ള പരാതി പിൻവലിച്ചെന്ന്. അതെ, പരാതി പിൻവലിച്ചു പോലും. വിക്രത്തിന് ഇപ്പം സംശയമില്ലാന്നാ പറയണേ. വേറെ ആരോ ചെയ്ത കാര്യം എന്ത്, അത് വിക്രം കണ്ടുപിടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിന് സപ്പോർട്ട് കൊടുക്കുക മാത്രമല്ല, ഈ പറയുന്ന ആ മാഷിൻ്റെ ഭാര്യയെ അവിടുന്ന് പിന്നെ പറഞ്ഞു വിടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് അപ്പം വലിയൊരു കാര്യമാണല്ലോടാ. ഇത് നമ്മൾക്ക് വെറുതെ വിട്ടിട്ട് കാര്യമില്ല. വാസവൻ ഒരു കാരണവശാലും നമ്മുടെ മേലെ സംശയങ്ങളൊക്കെ ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞു. അതെ, അങ്ങനെ എന്തായാലും സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർന്നു അതോടുകൂടി. അല്ല, ജോണി അയാളുടെ ഓരോ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ചോർത്തി തരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയാ, പക്ഷേ ജോണിയുടെ കാര്യം വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴാണ് അവൻ പിടിക്കപ്പെടുന്നതെന്ന് അറിയത്തില്ല. വാസവന് എന്തെങ്കിലും സംശയം തോന്നിയാൽ പിന്നെ ജോണീനെയും വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ശരിയാന്ന് ചന്ദ്രശേഖരൻ തോന്നി. അങ്ങനെ ആകപ്പാടെ വല്ലാതെ തീ പിടിച്ച അവസ്ഥയായിപ്പോയി ശ്രീകാന്തിന്. ഈ സമയത്ത് മാഷും കമലയും കൂടെ ഓട്ടോറിക്ഷ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കമല പറഞ്ഞു, അല്ല മാഷേ, ഈ പറയുന്ന വാസവൻ ഇത് എന്ത് പറ്റി? വാസവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. വിക്രമാണ് ഇത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഒടുവിലാണ്ട് വിക്രമല്ല ചെയ്തിരിക്കുന്നു പറയുന്നു. അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലോ എന്ന് പറഞ്ഞു. അതാ കമലെ എനിക്കും മനസ്സിലാകാത്തെ. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോൾ വാസവന് തോന്നിക്കാണുമായിരിക്കുമോ നമ്മുടെ മോൻ തെറ്റ് ചെയ്തിട്ടില്ല, വേറെ ആരോ തെറ്റ് ചെയ്തെന്നുള്ള കാര്യം. അത് ശരിയാ, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ ഇനി വേറെ എന്തെങ്കിലും അപകടം എന്തെങ്കിലും പിന്നെ പതുങ്ങിയിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീട്ടിലേക്ക് ചെല്ലുക. ആ സമയം വിശ്വവും ശ്രീജയൊക്കെ ആണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുക. നന്ദിനി പറഞ്ഞു, അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉപദ്രവിക്കും. ആ SI സാബുവിൻ്റെ കാര്യം അറിയാമായിരുന്നല്ലോ, വിനയേട്ടനെയൊക്കെ കൊണ്ടുപോയി തല്ലി ചതച്ചല്ലേ, അതുപോലെ തന്നെ വിശ്വേട്ടനെ. ഇപ്പം അതുപോലെ തന്നെ ആയിരിക്കും അച്ഛനും അമ്മയൊക്കെ ഉപദ്രവിക്കാൻ പോകുന്നത്. ദൈവമേ, അങ്ങനെ എന്തേലും ആയിരിക്കും എന്തോ. അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കും നന്ദിനി, നീ നാക്ക് വളച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ വായിൽ ഈ നെഗറ്റീവ് വർത്താനമല്ലേ വരത്തുള്ളൂ. നല്ല കാര്യം എന്തേലും നീ പറയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റിരിക്കുന്നത് ശ്രീജേടത്തി? സത്യമായിട്ടുള്ള കാര്യമല്ലേ പറയണേ, ഞാൻ കള്ളത്തരമൊന്നും പറഞ്ഞില്ലല്ലോ, ഉള്ള കാര്യമല്ലേ പറഞ്ഞേ. അനുഭവം ഉള്ളതുകൊണ്ടല്ലേ പറയണേ. അതെ, നീ കൂടുതൽ അനുഭവം ഒന്നും പറയണ്ട. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഓട്ടോറിക്ഷ വന്നിരുന്നു. അതിനകത്തുനിന്ന് മാഷും കമലയും കൂടെ ഇറങ്ങുവാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജയും വിശ്വം കൂടെ ഓടിച്ചെന്നു. പിന്നീട് ചോദിച്ചു, അച്ഛാ പ്രശ്നമൊന്നും ഇല്ലല്ലേ, ആ CA വല്ല ഉപദ്രവിക്കാൻ പറ്റോ ചെയ്തോ എന്നൊക്കെ ചോദിക്കുകയാണ് വിശ്വം ശ്രീജയും കൂടെ. അപ്പോഴേക്കും കമല പറഞ്ഞു, ഒരു പ്രശ്നവും ഉണ്ടായില്ലെന്ന് പറഞ്ഞു. ഒന്നും ഉണ്ടായില്ലേ? അവർ വെറുതെ വിട്ടോന്ന് ചോദിച്ചു. ചോദ്യം ചെയ്യാൻ വേണ്ടി കമലയെ അങ്ങോട്ട് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോയി. ആ സമയത്താണ് വാസവൻ അങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു. ആര്? വാസവ മുതലാളിയോ? എന്നിട്ടെന്താ, അയാൾ വന്ന് വിക്രത്തിനെതിരെയുള്ള കേസ് പിൻവലിച്ചു, ഞങ്ങളോട് പൊയ്ക്കൊള്ളാനും പറഞ്ഞു. ആ CAക്ക് സമ്മതക്കുറവായിരുന്നു. വാസവൻ അങ്ങനെ ചെയ്തോ? പക്ഷേ ഇന്നാൾ ഇവിടെ വന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതാണല്ലോ, ഈ വീട് വരെ കത്തിക്കുമെന്ന് പറഞ്ഞിട്ട്. അയാൾക്ക് തോന്നേ വിക്രമല്ല തെറ്റ് ചെയ്തിരിക്കുന്നത്, വേറെ ആരോ ആണ്. അതുകൊണ്ടാണെന്നൊന്ന് അയാൾ കേസ് പിൻവലിച്ചേ. അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു, എന്നാലും സൂക്ഷിക്കണം, ഒരു പക്ഷേ ഇതൊക്കെ വല്ല കളികളാണോന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം കമല പറഞ്ഞു, മോളെ അത് ഞാൻ മാഷിനോട് പറഞ്ഞു, പക്ഷെ മാഷ് പറഞ്ഞു ഇനി പേടിക്കണ്ടെന്നാ പറഞ്ഞത്. ചിലപ്പോൾ അവരുടെ നിരപരാധിത്വം മനസ്സിലായി കഴിഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇനിയിപ്പം വിട്ടതാണോന്നും അറിയത്തില്ല, പറഞ്ഞു വിട്ടാണോന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ശ്രീജയ്ക്കും വിശ്വത്തിനും ഒന്ന് ഒരിക്കലും അത് അംഗീകരിക്കാനെന്നല്ല, വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാസുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. ആ സമയം ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് സജീവൻ ചെല്ലുന്നുണ്ട്. പിന്നീട് സജീവൻ ചെന്നിട്ട്
അവരെ പോലീസ് ഇവിടെ ജോസഫിനെയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ട് പോയ കാര്യം പറയണം. അവരെക്കുറിച്ച് ഇതിലായിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ല ശ്രീനി സാറേ. എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തിയേ പറയുള്ളൂ. പോലീസ് സ്റ്റേഷൻ ഹാജരാക്കിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ ആ CA ഒന്ന് കാണട്ടെ. അയാൾക്ക് ഇതിനകത്ത് എന്തോ ഒരു പങ്കുണ്ട്. ഒരു പക്ഷേങ്കിൽ അയാളും കൂടെ ചേർന്നിട്ടാണോ ഈ കളികളെന്ന് അറിയത്തില്ല. പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ കൊണ്ടുപോകണ്ടേ? അല്ല, ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ലോ. അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് അന്വേഷിക്കാം. ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് ഞാനാണെങ്കിലും ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് സജീവൻ പറഞ്ഞു, അല്ല ഇനിയിപ്പോൾ ഉപദ്രവിക്കാൻ മറ്റോ ചെയ്യുമോ? കാര്യം പറയാൻ പറ്റില്ല. വിക്രം എവിടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവരെ കൊണ്ടുപോയെന്ന് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു. സാരമില്ല, ധൈര്യമായിട്ടിരിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ എന്ത് ചെയ്തു, തന്നെ 1-2 ചിങ്കിടുകളെ വിളിച്ചു. പിന്നീട് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. അവരെവിടെയുണ്ടെന്ന് ഒരു പക്ഷേങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ആരുടെയെങ്കിലും കൈ പിടിയിലാണെങ്കിൽ അവിടെ നിന്ന് രക്ഷിക്കാനുള്ള മാർഗങ്ങളൊക്കെ നോക്കുക തന്നെ വേണമല്ലോ. ആ സമയത്ത് ഭേദയോട് വിക്രം പറഞ്ഞു, അതെ എന്താണെങ്കിലും നമ്മളിവിടെ ആയി, ഇനിയിപ്പോൾ എന്തെങ്കിലും ജോലി വേണം. ഗീർവറിസേട്ടൻ പറഞ്ഞ പോലെ വർക്ക്ഷോപ്പ് പണിയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. വർക്ക്ഷോപ്പ് പണിയാണെങ്കിൽ പുറത്തുനിന്നൊക്കെ ആരെങ്കിലും വരുന്നതല്ലേ എപ്പോഴും കാണുകയും ചെയ്യും. അപ്പോൾ ഒളിച്ചൊരു താമസം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പണി. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഞാനും എന്തെങ്കിലും പണിക്ക് പോവാം. അല്ല ഞാനിവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അത് ശരിയാകത്തില്ല, അനിയൻകുട്ടൻ്റെ കാര്യം നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ? അനിയൻകുട്ടനൊന്നും ഭേദമാവുന്നോടം വരെ ആരെങ്കിലും അവനോടൊപ്പം ഉണ്ടായിരിക്കണം. അവനെ തനിച്ചെടുത്തിട്ട് നമുക്ക് ഒരിടത്തും അങ്ങനെ പോകാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അത് ശരിയാ വിക്രം, പക്ഷേ ഒരു പക്ഷേയില്ല, തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. എന്തായാലും ഗീർവറിസേട്ടൻ നമുക്കൊരു ജോലി വാങ്ങി തരാതിരിക്കില്ല, എനിക്കൊരു ജോലി കിട്ടാതിരിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്കുക, ആ കാര്യമൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അല്ല നമ്മളെവിടെ എന്താണെന്നൊക്കെ അറിയത്തില്ലാതെ വീട്ടുകാർ വിഷമിക്കുന്നുണ്ടായിരിക്കും. വിക്രത്തിൻ്റെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും. അത് കേട്ടും വിക്രം പറഞ്ഞു, അത് ശരിയാ, പക്ഷെ നമുക്കിപ്പോൾ അവരെ വിളിക്കാനായിട്ടൊരു മാർഗ്ഗമില്ലല്ലോ. വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഫോൺ കോൾസും കാര്യങ്ങളൊക്കെ പോലീസ് തിരയുന്നുണ്ടെങ്കിൽ. വേദ പറഞ്ഞു, അത് ശരിയാ, ഉറപ്പായിട്ടും അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് പണിയാവും. തൽക്കാലത്തേക്ക് നമുക്കിങ്ങനെ കഴിയാം. അച്ഛനും അമ്മയ്ക്കും അറിയാം, ഞാനും കൂടെ ഉണ്ടല്ലോ, ഒന്നും സംഭവിക്കില്ലെന്ന് അവർക്കൊരു വിശ്വാസം കാണുമെന്ന് പറഞ്ഞു. പിന്നീട് വിക്രം കടയിലേക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാണ്. കടയിലൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാരൊക്കെ, ചെറിയ കടയായതുകൊണ്ട് നാട്ടുംപുറം കൂടെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പുതിയതാണല്ലോ, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഗീർവറിസേട്ടൻ പറഞ്ഞിട്ട് ഗീർവറിസേട്ടൻ്റെ കെയർ ഓഫിൽ വന്നാന്ന് പറഞ്ഞു ഇവിടെ. പരോപകാരി ഗീർവറീസ് ആണെന്ന് വെച്ചോ. അതേന്ന് പറഞ്ഞു. ആളൊരു പരോപകാരിയൊക്കെ തന്നെയാണ്, പക്ഷേ ഇടയ്ക്ക് അയാൾക്കിട്ട് ആൾക്കാർ പണി കൊടുക്കും. ആർക്കെന്ത് സഹായം ചെയ്യണമെങ്കിലും ആൾ ഓടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ ആൾ പാവമാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഡ്രൈവർ അങ്ങോട്ടേക്ക് വരുവാണ്. ഡ്രൈവർ വന്നിട്ട് വിക്രത്തിനെ നോക്കി, എന്നിട്ട് പറഞ്ഞു, എവിടെയോ നല്ല കണ്ടുപരിചയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വിക്രത്തിനൊരു ഞെട്ടലുണ്ടായി. ദൈവമേ, എങ്ങാനും ഇനിയിപ്പം തന്നെ അറിയുന്ന ആരെങ്കിലും ആണോ? എനിക്ക് പെട്ടു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ഇല്ല ചേട്ടാ, ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുന്ന, എനിക്കൊരു പരിചയമില്ലോ എന്ന് പറഞ്ഞു. ആ സമയം കടയിലുണ്ടായിരുന്നു വേറൊരാൾ പറഞ്ഞു, ഒരാളെപ്പോലെ 7 പേരുണ്ടെന്നല്ലേ പറയണേ, ചിലപ്പോൾ അങ്ങനെ ആരും ആയിരിക്കും എന്ന് പറഞ്ഞു. ചിലപ്പോൾ അതായിരിക്കും, നിനക്ക് തോന്നിയതൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വിക്രം പെട്ടെന്ന് സാധനവും മേടിച്ച് തിരികെ വരുന്നുണ്ട്. പിന്നീട് വേദയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വേദ പറഞ്ഞു, അധികം അങ്ങനെ പുറത്തൊന്നും ഇറങ്ങി നടക്കണ്ട, അത് അപകടമാണ്. നമ്മളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ശ്രീയേട്ടനോടും അതുപോലെ തന്നെ നമ്മളിവിടെ ഉണ്ടെന്നുള്ള കാര്യം ലീക്കായിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾ നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരും. അതൊരു കാരണവശാലും പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ പുതിയ ജീവിതം അവരവിടെ തുടങ്ങുവാണ്, കൈതമുക്കിലെ ആ ചെറിയ വീട്ടിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീക്ക് പ്രൊമോയായിട്ട് നാളെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.